പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാക്കി US ഇറാൻ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ. ഇറാന്റെ തീരദേശ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ശക്തമായ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോൺ മിസൈൽ പ്രത്യാക്രമണങ്ങൾ. ഭീഷണിയായ 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US സൈന്യം. ഒരു കൈയിൽ സമാധാന കരാറും മറുകൈയിൽ കടുത്ത യുദ്ധമുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നയതന്ത്ര നീക്കങ്ങളും സജീവം. നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ കടുക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മേഖലയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ ഇറാന്റെ തന്ത്രപ്രധാനമായ 4 ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ നാവികസേന വെടിവെച്ചിട്ടു. അതിന് തൊട്ടു പിന്നാലെ തെക്കൻ ഇറാനിലെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് കടുത്ത വ്യോമാക്രമണം നടത്തിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും നാവിക മൈനുകൾ നിക്ഷേപിക്കാനും US ബന്ധമുള്ള ചരക്കു കപ്പലുകളെ ലക്ഷ്യമിട്ട് ആന്റി ഷിപ്പ് മിസൈൽ തൊടുത്തുവിടാനും ശ്രമിക്കുന്നതാണ് നിലവിലെ അടിയന്തര സാഹചര്യത്തിന് കാരണം. ഇതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണം മേഖലയിലെ വ്യോമ ഗതാഗതത്തെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ വിമാനത്താവളത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്നും സാങ്കേതിക കാരണങ്ങളാൽ സർവീസുകൾ താൽക്കാലികമായി മാറ്റിയതാണ് എന്നുമാണ് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എന്നാൽ വാർത്തകൾ മൂടിവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ കുവൈറ്റ് ഗവൺമെന്റ് തന്നെ തന്ത്രം മാറ്റി. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ പതിച്ച ഡ്രോൺ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ കുവൈറ്റ് അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനലിന്റെ മേൽക്കൂരയിലേക്ക് ഇറാന്റെ മിസൈൽ ഡ്രോൺ നേരിട്ട് പതിക്കുന്നതും വലിയൊരു സ്ഫോടനത്തോടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ടെർമിനൽ 1 കടുത്ത ഘടനാപരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതേ തുടർന്ന് കുവൈറ്റ് എയർവേസ് സർവീസുകൾ ചെറിയ ടെർമിനലിലേക്ക് മാറ്റുകയും ബാക്കി അന്താരാഷ്ട്ര വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെടുകയും മലയാളി ജീവനക്കാരുൾപ്പെടെ 63-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ 13 ബാലിസ്റ്റിക് മിസൈലുകളെയും 17 ഡ്രോണുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൈനിക നീക്കങ്ങൾ ഒരു വശത്ത് ശക്തമായി തുടരുമ്പോഴും നയതന്ത്ര തരത്തിലുള്ള നാടകീയ നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. ഒപ്പിട്ട ഒരു സമാധാന കരാറിലൂടെയോ അല്ലെങ്കിൽ വളരെ കടുത്ത സൈനിക നടപടിയിലൂടെയോ ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണ പോലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തള്ളിന് കുറവൊന്നുമില്ല എന്ന് വ്യക്തം. ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ലെബനനിലെ സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന കർശന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴുമുള്ളത്. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ഇറാൻ അന്ന് പറഞ്ഞത് എന്താണോ അത് തന്നെ ഇന്നും പറയുന്നു. ഇറാന്റെ പരമാധികാരത്തിനു മേൽ കടന്നുകയറാമെന്നുള്ള വ്യാമോഹം അങ്ങ് നിർത്തിയേക്ക്. ഇനി ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ. അത് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ആഗോള വിപണിയിൽ ഇറാന്റെ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകൾ ക്രൂഡ് ഓയിൽ വിലയെയും രാജ്യാന്തര ഓഹരി വിപണികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളുടെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി.